കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നായകനായ പിണറായി വിജയനും പ്രതിസ്ഥാനത്താകുന്ന കാര്യങ്ങളാണ് അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം പിണറായി വിജയന്റെ പങ്കിനെ സംബന്ധിച്ച് അണികൾക്ക് സംശയവും തോന്നി തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ മുഖ്യമന്ത്രിക്കും മകൾക്കും ഓഫീസിനുമൊക്കെ എതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പാർട്ടിയുടെ അളവുകോലായ പി ബാലനും എം എം മണിയും ജയിക്കും ചിന്തയുമൊക്കെ ഒരു പ്രതിരോധ കവചം തീർക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഇവരാരും ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. ആരും പ്രതിരോധിക്കാനില്ലാതെ, ആരും പിന്തുണ അറിയിക്കുവാനില്ലാതെ പിണറായി വിജയൻ എന്ന കപ്പിത്താൻ ഒറ്റപ്പെടുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പഴയ ചാവേർ പോരാളി ഷാജിമാർ പോലും പരസ്യമായി പണിയുമായി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. കാലം മാറി, കമ്മ്യൂണിസ്റ്റിന്റെ കോലവും മാറി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടരായി അങ്ങോട്ട് മറുകണ്ഠം ചാടിയവരും പിണറായി വിജയനെ മുസ്ലിങ്ങളുടെ ദൈവദൂതനായി കണക്കാക്കി ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ജലീലന്മാരും അബ്ദുറഹ്മാൻമാരും കാരാട്ട് റസാഖുമാരും അൻവർമാരുമൊക്കെ ഇപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് അജയമായി തിരിച്ചുവരുമെന്ന തിരിച്ചറിവും വടകരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടീച്ചർ അമ്മയെ കൊണ്ട് പ്രയോഗിച്ച കള്ളക്കാഫിർ പ്രയോഗവും കാരണം പിണറായിയോടുള്ള അടങ്ങാത്ത സ്നേഹവും ബഹുമാനവുമെല്ലാം കുറച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇന്നിപ്പോൾ കാണുന്ന അൻവർ പോരുകൾ. അവർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കളിക്കുവാൻ ഇറങ്ങിയിരിക്കുന്നത്. മഞ്ഞളാംകുഴി അലിയെ പോലെ അവരും അവരവരുടെ മാതൃ പാർട്ടികളിലേക്ക് മടങ്ങിക്കൂടുന്നില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർകോട്ടും കണ്ണൂരും വടകരയിലും കോഴിക്കോട്ടും പാലക്കാടും വയനാടുമെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ഒന്നടങ്കം പിണറായി വിജയന്റെ കെടുകാര്യസ്ഥതയ്ക്ക് എതിരായി കുത്തിയപ്പോഴാണ് അവിടെ നാം കണ്ട ഭൂരിപക്ഷം മറ്റ് പാർട്ടികൾക്ക് ലഭിച്ചത്. കൂട്ടുകെട്ടുകൾ പിറവികൊള്ളുമ്പോൾ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്, ലീഗ്, BJP, അതായത് കോലിബി കൂട്ടുകെട്ട് എന്നൊക്കെ ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് തലയിൽ വെളിച്ചം കയറാത്ത കുറെ പാവപ്പെട്ട മുസ്ലിം വോട്ടുകൾ കൈയടക്കുകയുണ്ടായി. മുസ്ലിമിന് എതിരെ RSS എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് കൂട്ടിനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള പ്രൊപ്പഗാണ്ടയും ബീഫ് കഴിക്കുന്നവർക്കായുള്ള പ്രചാരണങ്ങളും കൂടുതൽ പേരെ പിണറായി ഭക്തരാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവദേക്കറെ കാണുവാൻ EP ജയരാജൻ പോയപ്പോഴും തൃശൂരിൽ BJPയെ ജയിപ്പിച്ചപ്പോഴും ഏവർക്കും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് കളികൾ ബോധ്യമായിരിക്കുകയാണ്. അൻവറിന്റെ പിന്നിൽ ഒരു കൂട്ടം മലബാർ കമ്മ്യൂണിസ്റ്റ് സ്നേഹമുള്ള പാർട്ടിക്കാരും സീനിയർ കമ്മ്യൂണിസ്റ്റ് കണ്ണൂർ ലോബിയും ഒക്കെ ചേർന്നപ്പോഴാണ് ADGP ശശി കൂട്ടുകെട്ടുകൾ പൊളിക്കുവാൻ അവർ തീരുമാനിച്ചത്. ഒരു ഭാഗത്ത് മരുമകൻ വാഴ്ചയും മറുഭാഗത്ത് ശശി വാഴ്ചയും കണ്ട് പൊറുതിമുട്ടിയ ബാലൻ, ജയരാജൻ പോലുള്ള സീനിയർ നേതാക്കൾക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഇല്ലാതെ വന്നപ്പോൾ ഉണ്ടായ വിടവുകൾ നികത്താനാകാതെ ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാഫിർ പ്രയോഗത്തിലാണ് പാർട്ടി ഏറെ പ്രതിരോധത്തിലായത്. പിന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രതികൂട്ടിലാകുന്നത് ഒന്നടങ്കം പിണറായി വിജയന്റെ അനുഗ്രഹമുള്ള സിനിമാക്കാരുമാണ്. ആകെ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു രണ്ടാം ഭരണത്തോടെ ഇല്ലാതാകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അൻവർ ചെയ്തത് നന്നായി എന്ന് കരുതുന്നവരാണ് കേരളത്തിലെ 3% ആളുകളും. അൻവറിന്റെ കമന്റ് ബോക്സ് പിന്തുണയ്ക്കുന്നവർ മുഴുവൻ തന്നെ അസൽ സഖാക്കളുമാണ്. പക്ഷേ അതേ അൻവർ രാഹുൽ ഗാന്ധിയും VD സതീശിനെയും കുറിച്ച് അനാവശ്യം പറഞ്ഞതുകൊണ്ടാകാം UDF അനുഭാവികൾ നേരിട്ട് അഭിപ്രായ പ്രകടനങ്ങളൊന്നും തന്നെ നടത്താത്തത്. അഡ്വക്കേറ്റ് ജയശങ്കർ അൻവറിനെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് കരുതി അദ്ദേഹത്തിന്റെ മേൽ കക്കൂസ് മാലിന്യം കലക്കി ഒഴിക്കുമെന്നുള്ള പ്രസ്താവന കണ്ടപ്പോൾ അൻവറിനോട് സഹതാപം തോന്നി എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു സമയത്ത് എല്ലാവരെയും പിണക്കരുത് എന്ന തന്ത്രം അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അൻവർ ആവേശം കാണിച്ചത്. തനിക്ക് ആരെക്കുറിച്ചും എന്തും പറയാം, മറ്റുള്ളവർക്കും ഒന്നും ആകില്ല എന്ന തിണ്ണമെടുക്ക് കേരളത്തിൽ മാത്രം നടക്കില്ല എന്നത് സാക്ഷാൽ പിണറായി വിജയനെ വരെ മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. 5 സ്റ്റാർ ഓപ്പറേഷൻസ് കേരളത്തിലെ സഖാക്കൾ RSS നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയെന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന വാർത്തയേ അല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS മുഖേനയും അല്ലാതെയും 50ഓളം സീറ്റുകളിലാണ് RSS പച്ചയായി CPMനെ സഹായിച്ചത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാനും കഴിയില്ല. പണ്ടൊക്കെ തലയിൽ മുന്നിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തലേന്നാൾ രാത്രിയിൽ ജാതിക്കും മതത്തിനും ഒക്കെ വേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്നത് ഇന്നിപ്പോൾ ഡീൽ മേക്കർമാർ മുഖേന 5 സ്റ്റാർ ഹോട്ടലുകളിൽ വെച്ചാണ് നടക്കുന്നത്. പണ്ട് മാളയിൽ ലീഡർക്കെതിരെ മത്സരിച്ച VK രാജൻ ഇതേ ജാതിതന്ത്രം പയറ്റിയപ്പോഴാണ് ലീഡർ കരുണാകരനെ 2474 വോട്ടുകൾക്ക് തളയ്ക്കാനായത്. കേരളത്തിൽ BJP വളരാത്തതിന്റെ മുഖ്യ കാരണം BJP ചെയ്യേണ്ടതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാം ഭരണം വേണ്ടിയിരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ സഖാവ് സ്നേഹമുള്ളവർ ഒന്നടങ്കം ഇപ്പോൾ പറയുന്നത്. പണ്ടൊക്കെ സോഷ്യൽ മീഡിയക്കാർ വെറുതെയൊന്നും പ്രതികരിച്ചിരുന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അവർ ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ വരികയായിരുന്നു പതിവ്. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ കാലിയായിരുന്നു. ആരുമൊന്നും മിണ്ടിയിരുന്നില്ല, പോസ്റ്റുകളും ചെയ്തിരുന്നില്ല. വാട്സപ്പിലെ സഖാക്കൾ ഒന്നടങ്കം കൊച്ചു കൊച്ചു വീഡിയോകൾ കാണുന്ന തിരക്കിലുമായിരുന്നു. അവർക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും പാർട്ടിയോടും ഉണ്ടായിരുന്നില്ല. ടീച്ചറമ്മയ്ക്ക് വരെ സോഷ്യൽ മീഡിയയിൽ ആളില്ലായിരുന്നു എന്നത് ഒരു അപജയമായി മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനാകൂ.